നമ്മളിന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പെപ്പർ ചിക്കൻ ആണ്. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൈ ചെയ്യാനുള്ള തിങ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെപ്പർ, 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 3/4 ടേബിൾ സ്പൂൺ ജീരകം. ഇത് മൂന്നും നമുക്കൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പെപ്പർ ചിക്കൻ നല്ലെണ്ണയായിരിക്കും ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒപ്പം ചുവന്നുള്ളി അരിഞ്ഞതും. ചുവന്നുള്ളി ഞാൻ ഒരു കൈ നിറയെ ആ കണക്കിലാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് വഴന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് മൂടി വെക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഫ്രൈ ചെയ്ത് വെച്ച തിങ്സ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി നമ്മുടെ കുരുമുളകും പെരിഞ്ജീരകവും ജീരകവും എല്ലാം ചേർത്ത് പൊടിച്ച പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ മല്ലിയില അരിഞ്ഞത് കുറച്ച് ഒന്ന് ചേർത്ത് ഇളക്കുക. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റത്തേക്ക് മൂടി വെക്കുക. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഹായ്, എന്താ ടേസ്റ്റ്?